മീറ്റിങ്ങിൽ രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു പുള്ളി ചായയും ഒക്കെ തരുമായിരുന്നു. ചായയും പലഹാരമൊക്കെ തന്നിട്ട് തന്നെ ആദ്യത്തിൽ മാത്രമേ ഉള്ളൂ വേണ്ട. അങ്ങനെയാണ് ഈ പൂവിന് പുതിയ പൂന്തന്നൽ എന്നുള്ള സിനിമയിലേക്ക് വരുന്നത്. അന്ന് മമ്മൂട്ടി ആണ്, ഞാൻ പറഞ്ഞനുസരിച്ച് നായകൻ മമ്മൂട്ടിയാണ്. അത് 1986 ഓണത്തിനാണ്, സെപ്റ്റംബർ 4-നാണ് റിലീസ് ചെയ്യണത്. 1986 സെപ്റ്റംബർ 4. അതിൻ്റെ ആ സിനിമ കുഴപ്പമില്ലാത്തൊരു സിനിമ ആയിരുന്നെങ്കിൽ ആ സിനിമ ഇറങ്ങിയ ആ ആഴ്ചയിൽ മമ്മൂട്ടിക്ക് 6 സിനിമയാണ്. ആവനാഴി, സായം സന്ധ്യ, നന്ദി വീണ്ടും വരിക, പൂവിനത് പൂന്തന്നൽ, വേറെ 2 സിനിമ ഉണ്ട്, പേരും മറന്നു. അതിൽ ആവനാഴി സൂപ്പർ ഹിറ്റാണ്, പോലീസ് വേഷം. ആ സിനിമ ഭയങ്കരമായിട്ട് ഓടി. ബാക്കിയുള്ള സിനിമകൾ അങ്ങ് ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി. അപ്പോൾ എനിക്കന്ന് അതിന് മുടക്കുള്ളത് അതാകെ 15 ലക്ഷം രൂപ ചിലവിൽ 8 ലക്ഷം രൂപ എൻ്റെ സ്വന്തം കാശും 7 ലക്ഷം രൂപ സെൻട്രൽ പിക്ചേഴ്സ് റിലീസാണത്. അങ്ങനെയാണ് 15 ലക്ഷം രൂപ വരുന്നത്. അതിൽ ഞാൻ ഇട്ട 8 ലക്ഷത്തിൽ എനിക്ക് 1 ലക്ഷം രൂപ മറ്റോ തിരിച്ചു കിട്ടുകയുള്ളൂ. ബാക്കിയൊന്നും കിട്ടിയില്ല. ബാക്കിയുള്ള പൈസ മുഴുവനും പോയി. സെൻട്രൽ പിക്ചേഴ്സ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ടും കമ്മീഷനുമായിട്ട് ബാക്കി തന്നു. 1 രൂപ മറ്റേ എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു നല്ല നഷ്ടം തന്നെയാണത്. കാരണം 8 രൂപ മുടക്കിയിട്ട് 1 രൂപ തിരിച്ചു കിട്ടിയാൽ ഭയങ്കര നഷ്ടമല്ലേ. പക്ഷേ അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ 6 സിനിമ അന്ന് ചിലപ്പോൾ ഞാൻ പോയിട്ട് ഫാസിൽ സാറിൻ്റെ അടുത്ത് മമ്മൂട്ടി വേണമെന്നുള്ള സജഷൻ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വേറൊരു സിനിമയായിരിക്കും. ചിലപ്പോൾ അതിൽ മോഹൻലാലായിരിക്കും അഭിനയിക്കുക, അല്ലെങ്കിൽ വേറെ പുതുമുഖങ്ങളെ വെച്ചായിരിക്കും പുള്ളി ചെയ്യുക. പുള്ളിയുടെ ഇഷ്ടത്തിന് വിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു സിനിമയായിരിക്കും അതിൻ്റെ വിധി. അപ്പം അതെന്ത് ആയിക്കോട്ടെ, ഞാൻ അതിൽ അല്പം പോലും ആരെയും പഴിച്ചാലും അതെൻ്റെ ഒരു ഫെയ്ത്താണ്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു സിനിമ നഷ്ടപ്പെട്ടാലും എൻ്റെ ആ ഉള്ളിൽ സിനിമ പിടിക്കണമെന്നുള്ള ആവേശം, പാഷൻ അല്പം പോലും കുറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, ഇത്രയും കാലത്തെ ഈ സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസുള്ള കഥയിലുള്ള ഇത് വെച്ചിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഡിസ്കഷൻ സമയത്തൊക്കെ ഫാസിൽ സാറ് ഞാനുമായിട്ട് എല്ലാം ഹൃദയം തുറന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒന്നത് ഈ 6 സിനിമ ഒരേ സമയം റിലീസ്, പിന്നെ അതിൻ്റെ മമ്മൂട്ടിയെപ്പോലെ തന്നെ ക്ലൈമാക്സിൽ മരിച്ചു പോകണം, അങ്ങനെയൊക്കെയുള്ളതായിരിക്കാം എന്നുള്ള മനസ്സിൽ വെച്ച് ഞാനതങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും തന്നെ തോന്നി, ഇത് അപ്പച്ചനിങ്ങനെ വന്നിട്ട് മലബാറിൽ നിന്ന് വന്നല്ലോ, ഇവിടെ ആലപ്പുഴയിൽ മലബാറിൽ നഷ്ടം പറ്റിയല്ലോ എന്നുള്ളൊരു വേദന അദ്ദേഹത്തിനും ഉള്ളിൻ്റെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് മമ്മൂട്ടിക്കും ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഒരിക്കൽ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫാസിൽ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അടുത്ത ഓണത്തിന് അപ്പച്ചനൊരു പടം ചെയ്യണം. അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ട ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നഷ്ടമൊന്നും തോന്നുന്നു എന്നിങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സജഷൻ വെച്ചപ്പോൾ ഫാസിൽ സാറിന് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് സിനിമ ചെയ്യണം. അടുത്ത ഓണത്തിന് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു വിഷയം കൊടുത്ത് എൻ്റെ പ്രൊഡ്യൂസർ അപ്പച്ചനായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫാസിൽ സാർ എന്നെ വിളിക്കണം, മമ്മൂട്ടിയെ കണ്ടിരുന്ന് ഇങ്ങനെ ഇത് പറയുന്നുണ്ട്, അപ്പച്ചന് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി അത്രയും അങ്ങോട്ടും ഇല്ലെങ്കിൽ ഞാൻ പൈസയൊക്കെ ശരിയാക്കി അങ്ങനെ വന്ന സിനിമയാണ് മണിമുത്തൂരെ ആയിരം ശിവരാത്രികൾ. അന്നേരം എനിക്ക് സ്വന്തമായി ഡിസ്ട്രിബ്യൂഷനില്ല. അപ്പോൾ അത് ഗാന്ധിമതി ബാലനാണ്. അതിന് ഗാന്ധിമതി ബാലൻ 20 ലക്ഷം രൂപ അതിന് ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസും 5 ലക്ഷം രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും. മമ്മൂട്ടിക്ക് ആദ്യത്തെ സിനിമയ്ക്ക് കൊടുത്ത അതേ 1 ലക്ഷം തന്നെ ഉണ്ടാകുന്നു. മമ്മൂട്ടി കൊടുക്കുന്ന മോശമില്ല. രണ്ടാമത്തെ സിനിമ ആയപ്പോഴത്തേക്കും മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നായാലും ഫാസിൽ സാറിൻ്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ ആദ്യത്തെ സിനിമയിൽ കൂടുതൽ എന്നോടൊരു സഹകരണം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സിനിമകൾ ഇട്ടിട്ടും കഥയിലുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. കഥ, കാസ്റ്റിംഗ്, ഞാൻ എൻ്റെ വായിൽ നിന്ന് പറയുന്നൊരു അബദ്ധമാണെങ്കിൽ പോലും അതവർ ആലോചിച്ചിട്ട് ആ സമയത്ത് പൂവിനുപുതിയ പൂന്തന്നൽ ചെന്നതിന് സിദ്ദീഖും ലാലും ഫാസിൽ സാറിൻ്റെ അസിസ്റ്റന്റുമാരായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു റൂമിലാണ് കിടക്കുക. ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വേറൊരു റൂമെടുത്തിട്ട് അങ്ങനെ പോയിട്ട് അല്ല, ഞാനും സിദ്ദീഖും ലാലും ഒരു റൂമെടുത്തിട്ട് അതിൽ ഒരാൾ നിലത്ത് കിടക്കും. ഞങ്ങൾ 2 ബെഡാണ്. ഞാൻ സിദ്ദീഖായിരിക്കും കിടക്കുക, ലാലായിരിക്കും എപ്പോഴും നിലത്ത് കിടക്കുക. അങ്ങനെ പിന്നെ ഒരു നല്ലൊരു സുഹൃബന്ധം, ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അല്ലാതെ ഒരു സുഹൃബന്ധം വന്നിട്ട് അതിൽ. അപ്പോൾ അത് പൂവിനുപുതിയതിന് ശേഷം മണിമുത്തൂർ ആയിരം ശിവരാത്രിയിൽ അതങ്ങനെ തുടർന്നു.
അങ്ങനെ മണിമുത്തൂർ ആര്യശിവരാത്രി റിലീസായി 1987 സെപ്റ്റംബർ 12. അല്ല, പൂന്തണൽ 4 ഒന്ന് സെപ്റ്റംബർ 4, 1 സെപ്റ്റംബർ തലേ കൊല്ലം, പിറ്റേ കൊല്ലം. എനിക്ക് ആ ഡേറ്റിൽ ഒരു വ്യത്യാസമാണ്. മണിമുത്തൂർ ആര്യശിവരാത്രി അന്ന് മമ്മൂട്ടി ഒരൊറ്റ കണ്ടീഷനേ പറഞ്ഞില്ല, പാച്ചി എനിക്ക് അടുത്ത ഓണത്തിന് എൻ്റെ ഒറ്റ പടവേ കാണുള്ളൂ, വേറെ പടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഓണത്തിന് ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു. അന്ന് മമ്മൂട്ടി തിരക്കുള്ള നടൻ തന്നെയാണ്. അങ്ങനെ ആ സിനിമ ഹിറ്റായിരുന്നു, മണിമുത്തൂർ ആര്യശിവരാത്രികൾ. സുഹാസിനി, നല്ല പാട്ടും നല്ല ഇതായിട്ട്. അപ്പോൾ ഗാന്ധി ഭവൻ ഡിസ്ട്രിബ്യൂഷനാണ്. എനിക്ക് ലാഭമൊന്നും, പടം ഒന്നും ലാഭമൊന്നും വന്നില്ലെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും തിരിച്ചു കിട്ടി. എനിക്കൊരു ധൈര്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പാച്ചിക്കയോട് ഒരു ദിവസം ഞാനിങ്ങനെ സംസാരിക്കുകയാണ്, സിദ്ദീഖ് ലാലിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവർ നല്ല ഡയറക്ടർമാർ, നല്ല തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർ വെച്ചിട്ട് സിനിമ ചെയ്താൽ എന്താണെന്ന് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു എന്ന് ആയിട്ട് ഞാൻ പറയുന്നില്ല, മൊത്തത്തിലൊരു സംസാരം വന്നപ്പോൾ ഞാനതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് ഞാനും ഫാസിൽ സാറും നോക്കാത്ത തരത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന ഔസേപ്പച്ചനും കൂടി നിർമ്മിച്ച പടമാണ് സിദ്ദീഖ് ലാലിനെ വെച്ചുള്ള പടം റാംജി റാവു സ്പീക്കിംഗ് സമയത്തും എനിക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. അത് സെഞ്ചുറിയാണ് വിഷയം. ആ പടം ഭയങ്കരമായിട്ട് 10-200 ദിവസം ഓടിയിട്ടും എനിക്കും പാച്ചിക്ക് ഔസേപ്പച്ചനും വലിയൊരു ലാഭമൊന്നും കിട്ടില്ല. ആൾക്ക് 2 ലക്ഷം രൂപ വെച്ചിട്ടേ പറ്റുള്ളൂ. അപ്പം അതിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി, സിനിമ എത്ര ഓടിയാലും നമുക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു സാമ്പത്തിക നേട്ടം നമുക്ക് നല്ല രീതിയിലുണ്ടാവുള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ടാണ് ഞാൻ പിന്നെ ഇൻഹരികർ എന്ന് പറയുന്ന പടം, പാച്ചിക്കയുടെ അനുജൻ കൈസ പ്രൊഡ്യൂസർ, ഞാൻ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പറഞ്ഞിട്ട് ആ സിനിമ ഇൻഹരികർ എന്നാണ് സിദ്ദീഖ് ലാലിൻ്റെ 2ാമത്തെ പടം. ഭയങ്കര ഹിറ്റായിരുന്നു. ഫ്രണ്ട്സിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ, ഫ്രണ്ട്സിൻ്റെ തുടക്കം ഈ അനീതിപ്രാവ് സിനിമ തമിഴിൽ പാച്ചിക്ക എടുത്തല്ലോ, തമിഴിലെടുത്തു. അന്ന് നമുക്ക് തമിഴ് സിനിമ എടുക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല. അത് നമുക്കൊരു ഞാൻ ഒരു സിനിമ എടുക്കാൻ പോയനാണല്ലോ, ഒറ്റ സിനിമ എടുത്ത് പോരാ. അത് ഈ ഒരു സിനിമ, ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ ഒരു സിനിമ അല്ലാണ്ട് അതിൽ കൂടുതൽ സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ പാച്ചിക്ക, മമ്മൂട്ടി എന്ന് പറഞ്ഞ 2 വ്യക്തികളുടെ എന്നോടുള്ള ഇഷ്ടമല്ലെങ്കിൽ ആ ഒറ്റ സിനിമ നിന്ന് പോകുമായിരുന്നു.